അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു വ്ളോഗ് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിലേക്കൊക്കെ കുറേ പൈസ, അതായത് ഒരു 5-10 ലക്ഷമൊക്കെ വാങ്ങിയിട്ട് ഓരോ ഏജൻസിക്കാർ ഓരോ ആളുകളെയും, മലയാളികളായിട്ടുള്ള ആളുകളെയൊക്കെ ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ വലിയ വലിയ ഹ്യൂജ് സാലറി ഒക്കെ ഓഫർ ചെയ്തിട്ട് പറഞ്ഞയച്ചിട്ട് ഇവിടെ പെട്ടുപോയ ആളുകളെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വ്ളോഗിൻ്റെ അവസാന ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യും, ജോർജിയയിൽ ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഏത് ടൈപ്പ് ലൈസൻസ് ഉപയോഗിച്ചാലാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക എന്നുള്ളത്. എസ്പെഷ്യലി ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഏത് ടൈപ്പ് ലൈസൻസ് ഉപയോഗിച്ചാലാണ് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗിൽ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോർമൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് ഇന്ത്യൻ ആവണമെന്നില്ല, ബാക്കി ഓരോ കൺട്രിയിലെ കാര്യങ്ങൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നോർമൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈസൻസ് അല്ല കിട്ടിയിരുന്നത് അല്ലേ. പണ്ട് നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ലൈസൻസാണ് കിട്ടിയിരുന്നത്. അതായത് ഒരു പേപ്പർ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ 2 കണ്ടം വെച്ചിട്ട് അത് ലാമിനേറ്റ് ചെയ്ത് തരുന്നൊരു ടൈപ്പ് സാധനമായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ബാക്കിൽ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ദിസ് ലൈസൻസ് ഈസ് ഓൺലി വാലിഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2016 ഞാൻ വന്ന ടൈമിന് പോലീസുകാർ അങ്ങനെ വല്ലാതെ അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. 2018 ആയപ്പോൾ ജോർജിയൻ പോലീസ് എന്ത് മനസ്സിലാക്കി, ഈ ലൈസൻസിൻ്റെ ബാക്കിൽ ഇത് ഇന്ത്യയിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ഇതിലുണ്ടല്ലോ. അതുകൊണ്ട് അവർ ഈ ഒരു ലൈസൻസ്, അതായത് ആ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ലൈസൻസ്, നോർമൽ ഇന്ത്യയിലെ ലൈസൻസുകളെല്ലാം ഇൻവാലിഡ് ആക്കി. പകരം ഇന്ത്യക്കാർ ഇവിടെ വണ്ടി ഓടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റൂ എന്നുള്ളൊരു റൂള് അവർ പുറത്തുവിട്ടു. അതിനുശേഷം ഞാനൊക്കെ ഈ ഒരു നോർമൽ ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചിരുന്ന ഒരാളായിരുന്നു അന്നൊക്കെ. പിന്നെ ഞങ്ങൾ എന്താട്ടി, ഇന്ത്യയിൽ തന്നെ നമ്മളുടെ നിയറസ്റ്റ് RTOനെ പോയി കണ്ടിട്ട് നമ്മളുടെ ഈ ഒരു നോർമൽ ലൈസൻസ് കൊടുത്തിട്ട് നമ്മൾ അവരോട് പറയണം, നമ്മൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഞങ്ങളിങ്ങനെ പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, 2500-3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ വീട്ടിലേക്കായാലും എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും നമ്മളുടെ അഡ്രസ്സിലേക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എത്തിച്ചേരും. അപ്പോൾ ആ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കയ്യിൽ കിട്ടിയത് കൊണ്ട് നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജോർജിയയിലേക്ക് എത്തിയതിന് ശേഷം ഇവിടെ നല്ലൊരു വക്കീലിനെ പോയി കണ്ടിട്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടി ഉള്ളൊരു വക്കീലിനെ പോയി കണ്ടിട്ട് നമ്മളുടെ ലൈസൻസ് എന്ത് ചെയ്യണം, ജോർജിയൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഏത് രാജ്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും കൂടുതലും എഴുതിയിട്ടുണ്ടാവുക. ചില രാജ്യത്തിലുള്ളതൊക്കെ ഇതാണ്. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ചിലതൊക്കെ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിട്ടുണ്ടാവും. GCC കൺട്രിയിലുള്ള ലൈസൻസ് ഒക്കെ ചിലത് അറബി ഭാഷയിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ കൂടുതലും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ള ലൈസൻസ് ആണ് നമ്മൾ നോർമൽ ഇന്ത്യയിലൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലൈസൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ള ലൈസൻസ് ഇവിടുത്തെ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ഇത് വായിച്ചെടുക്കാൻ കഴിയില്ല. ഇവൻ ഏത് കാറ്റഗറി വണ്ടിയാണ് ഇവിടെ ഓടിക്കാൻ പറ്റുക, ഇതിലെന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ജോർജിയൻ പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അതിന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് എടുക്കേണ്ടത്. ഈ ഒരു ട്രാൻസ്ലേഷൻ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് 25-30 ഉള്ളൂ. അത് പോയി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസ്ലേഷനും പിന്നെ ഈ ഒരു ഒറിജിനൽ ലൈസൻസും വെച്ചിട്ട് വേണം ഇവിടെ ജോർജിയയിൽ വണ്ടി ഓടിക്കാൻ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ നാളെ വണ്ടി ഓടിക്കാൻ ഇറങ്ങുകയാണ് ജോർജിയയിൽ, നിങ്ങളടുത്ത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ട്, ട്രാൻസ്ലേഷൻ വീട്ടിലാണ്, അപ്പോൾ പോലീസ് പൊക്കി നിങ്ങൾക്ക് ഫൈന് തരും. ട്രാൻസ്ലേഷൻ നിങ്ങളുടെ കയ്യിലില്ല, ഈവൻ അതിൻ്റെ ഫോട്ടോ കാണിച്ച് കൊടുത്താലും നിങ്ങൾക്ക് ഫൈൻ തരും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇറങ്ങി, നിങ്ങളുടെ അടുത്ത് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ, ഒറിജിനൽ ലൈസൻസിൻ്റെ കോപ്പി വീട്ടിലാണ്, അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു, ഫൈന് കിട്ടും. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും ഒറിജിനൽ നിങ്ങളെ കയ്യിൽ വെക്കണം. ഇപ്പം ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നാട്ടിൽ കിട്ടുക. ഇപ്പം നോർമൽ ഒരു ലൈസൻസ് ഇല്ല ആൾക്കാർ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നാട്ടിൽ കൊടുക്കുള്ളൂ. അപ്പം നോർമൽ ലൈസൻസിൻ്റെ ഒറിജിനൽ നമ്മൾ കയ്യിൽ വെക്കണം, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും നമ്മൾ കയ്യിൽ വെക്കണം, ഈ ഒരു ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ നമ്മൾ കയ്യിൽ വെക്കണം. ഇത് ഒറിജിനൽ 3ഉം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അന്യനാട്ടിലുള്ള ലൈസൻസ് ആണ്, അത് ഇവിടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന റൂളിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കണം. അപ്പോൾ ദുബായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കണ്ണ് കണ്ട ആൾക്കാരെ വണ്ടി എടുത്തുകൊണ്ട് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഓടിക്കാനുള്ള അധികാരമില്ല. ഒന്നില്ലെങ്കിൽ റെൻ്റ് കാർ എടുക്കണം, അത് ദുബായത്തെ റൂളാണ്. അതേമാതിരി ജോർജിയയിലുള്ളൊരു റൂളാണിത്. നമ്മൾ ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ് ട്രാൻസ്ലേഷൻ എടുത്തിട്ട് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. അപ്പം ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ നിർബന്ധമാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാനാണെന്നുണ്ടെങ്കിൽ GCC കൺട്രിയിലുള്ള ആളുകളുടെ ലൈസൻസ് ജോർജിയയിൽ വാലിഡ് ആണോ എന്നുള്ളത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. GCC കൺട്രിയിലുള്ള ആളുകൾക്ക് ഈ ഒരു കാർഡ് രൂപത്തിലാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുക.
സെയിം നിങ്ങളിപ്പോൾ ടൂറിസ്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വർക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈസൻസിൻ്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി, ജോർജിയൻ ഭാഷയിലേക്ക് മാറ്റിയിട്ടുള്ള ട്രാൻസ്ലേറ്റഡ് കോപ്പി വാങ്ങിയിട്ട് ഈ ഒറിജിനൽ കോപ്പിയും ആ ട്രാൻസ്ലേറ്റഡ് കോപ്പീൻ്റെ ഒറിജിനലും കയ്യിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാം. നിങ്ങൾക്കൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ GCC കൺട്രീസ് എന്നുള്ളൊരു കാര്യം ഞാൻ വ്യക്തമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ സൗദി അറേബ്യ, ദുബായ്, കുവൈത്ത്, ഒമാൻ, ബഹ്റൈൻ, ഇങ്ങനത്തെ അറബ് കൺട്രീസിനെ ടോട്ടലി വിളിക്കുന്ന ഒരു പേരാണ് GCC കൺട്രീസ്. അവിടുത്തെ ഏത് ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കാം. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു നോർമൽ ലൈസൻസ് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് പണ്ട് നമുക്ക് പറ്റിയിരുന്നു. പക്ഷേ കേരള ലൈസൻസിൻ്റെ ബാക്കിലാണ് കൂടുതൽ ആ സംഭവം എന്ന് തോന്നുന്നു. ഈ ലാമിനേറ്റഡ് ലൈസൻസിൻ്റെ ബാക്കിൽ ഓൺലി വാലിഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ലാമിനേറ്റഡ് ലൈസൻസ് ആണ് നിങ്ങളിപ്പോഴും കയ്യിൽ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും, അതിൽ എഴുതിയിട്ടുണ്ടാവും ഈ ഒരു ലൈസൻസ് ഇന്ത്യയിൽ മാത്രമേ വാലിഡ് ഉള്ളൂ എന്നുള്ള കാര്യം. പക്ഷെ അത് പുറം നാട്ടിലെ വേറെ ഏത് ലൈസൻസിലും അത് അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അതായത് ആ നാട്ടിൽ മാത്രമേ ഈ ഒരു ലൈസൻസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അവർ എഴുതിയിട്ടേ ഇല്ല. ഇന്ത്യയിൽ മാത്രമാണ് അത് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നോർമൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാം. അത് ഇനിയിപ്പോൾ റെസിഡൻസ് കാർഡ് ഉള്ള ആളുകളായിക്കോട്ടെ, ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളായിക്കോട്ടെ, ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകളായിക്കോട്ടെ, ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകളായിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ് നിങ്ങളെ കയ്യിൽ വെക്കണം. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കണം. അൺലെസ് നിങ്ങൾ ജോർജിയൻ ലൈസൻസ് എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ. പിന്നത്തെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിസ, അതായത് ഇപ്പോൾ നാട്ടിലെ നോർമൽ വിസ എടുത്ത് വന്നിട്ട് നിങ്ങൾ ഇവിടെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ആ വിസ എക്സ്പയർ ആയതിൻ്റെ ശേഷമാണ് നിങ്ങളിവിടെ വണ്ടി ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടിച്ച് കിട്ടും. പോരാത്തതിന് നിങ്ങളെ തൂക്കിയെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. കാരണം നിങ്ങൾ ഇല്ലീഗലാണ്. ഇവിടെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈമറി ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ലീഗൽ ആവണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ് കയ്യിൽ വെക്കണം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈസൻസിൻ്റെ ഒറിജിനൽ കോപ്പി, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ സൗദിയിലെ നോർമൽ ഈ ഒരു കാർഡ് വെച്ചിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മുടെ ജോർജിയയിൽ വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്, അത് എങ്ങനെ റിന്യൂ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതെങ്ങനെ റിന്യൂ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ നിയറസ്റ്റ് ഒരു RTOനെ പോയി കണ്ടിട്ട് നമ്മൾക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലൈസൻസ് എക്സ്പയർ ആയി, പുതിയ ലൈസൻസ് വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലൈസൻസ് കിട്ടും. അതല്ല നമുക്ക് ഇവിടെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ല ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ RTOൻ്റെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചില്ലറ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ചെയ്തു തരും. അപ്പോൾ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് റിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി ഈ റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ഞാൻ ഈ പറയുന്ന ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിപ്പം ജോർജിയയിൽ അറൈവ് ചെയ്ത ഡേറ്റ് 2024 ഓഗസ്റ്റ് ആണ് എന്ന് കൂട്ടുക. സപ്പോസ് ചെയ്യുക ഇപ്പോൾ 2025 മാർച്ചാണ്. നമ്മൾ ഇവിടെ ജോർജിയയിൽ എത്തിയ ഡേറ്റ് 2024 ഓഗസ്റ്റ് ആണ് എന്ന് സപ്പോസ് ചെയ്യുക. 2024 ഓഗസ്റ്റിൽ നമ്മളിവിടെ എത്തി, നമ്മളിവിടെ പഠിത്തവും കാര്യങ്ങളും അല്ലെങ്കിൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2025 ഫെബ്രുവരിയിലൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് യൂസ് ചെയ്താലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആയില്ലേ. അപ്പോൾ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫെബ്രുവരിയിലൊക്കെ നമ്മൾ 2025 ഫെബ്രുവരി നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം അന്നാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് അറിയുന്നത്. എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ മൈൻഡിൽ എന്തേക്കാരം, നമുക്ക് 2026 ഫെബ്രുവരി വരെ വണ്ടി ഓടിക്കാം എന്നുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ജോർജിയയിൽ നമുക്ക് വണ്ടി ഓടിക്കേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിൽ ജോർജിയയിൽ അറൈവ് ചെയ്ത സ്റ്റാമ്പ് അടിക്കുന്ന ഡേറ്റ് മുതൽ ഒരു വർഷം വരെയാണ്. നിങ്ങൾ 2024 ഓഗസ്റ്റിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2025 ഓഗസ്റ്റ് വരെ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഈവൻ ദോ നിങ്ങളുടെ ലൈസൻസിൽ ഒരു വർഷം ഇനിയും അങ്ങോട്ട് ഒരു 5-6 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങളിവിടെ അറൈവ് ചെയ്ത ഡേറ്റ് ഒരു വർഷം എക്സീഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈസൻസ് കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ എന്താണ് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഓടിച്ചെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പണ്ടൊക്കെ എൻ്റെ ലൈസൻസ് എക്സ്പയർ ആവുന്ന ഒരു ടൈം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു വർഷം ജോർജിയയിൽ എൻ്റർ ചെയ്ത് ഒരു വർഷമൊക്കെ കഴിയാനാവുന്ന ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, നിയറസ്റ്റ് ബോർഡർ, ജോർജിയൻ്റെ നിയറസ്റ്റ് ബോർഡറാണ് അർമേനിയയിൽ അന്നൊന്നും നമുക്ക് വിസ വേണ്ടായിരുന്നു. ജസ്റ്റ് ബോർഡറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓൺ അറൈവൽ വിസ എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരുന്ന വിസ ആയിരുന്നു. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് തന്നെ അങ്ങോട്ട് പോയിട്ട് പക്ഷേ വണ്ടി സ്വന്തം പേരിലായിരിക്കണം, അല്ലെങ്കിൽ വണ്ടി റെൻറ്റിന് എടുക്കുന്ന കമ്പനിക്കാർ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ പേരിൽ ഓതറൈസേഷൻ ആക്കി തരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇനി അതല്ല വണ്ടി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്ന് പോയിട്ട് വരാം. റുസ്താവി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഇവിടെ അർമേനിയൻ ബോർഡർ വരുന്നത്. അവിടേക്ക് നടന്ന് പോയിട്ട് വരാം. ആ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ജോർജിയയിലേക്ക് എൻ്റർ ചെയ്താൽ മതി. ആ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് മുതൽ പിന്നെ ഒരു വർഷത്തേക്ക് പിന്നെയും നമുക്ക് ഈ ഒരു ലൈസൻസ് ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈസൻസിൻ്റെ വാലിഡിറ്റി ഇവിടെ തീരാൻ പാടില്ല.
അപ്പോൾ നമ്മൾ ജോർജിയയിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 2 എക്സ്പയറി ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മെയിൻ കാര്യം തന്നെയാണ്. ഒന്ന് നമ്മളുടെ എന്താണ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എക്സ്പയർ ആകുന്ന ഡേറ്റ്, അത് എക്സ്പയർ ആവാൻ പാടില്ല. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോർജിയയിൽ എൻ്റർ ചെയ്തിട്ട് 1 വർഷം എക്സീഡ് ചെയ്യാൻ പാടില്ല. ഈവൻ ദോ നമുക്ക് TRC 4-5 വർഷത്തേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ജോർജിയയിൽ എൻ്റർ ചെയ്തിട്ട് 1 വർഷം കടക്കാൻ പാടില്ല. 1 വർഷം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബോർഡർ എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് ജോർജിയയിലേക്ക് തന്നെ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ജോർജിയയിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം റിന്യൂ ആയി കിട്ടും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ഒരു കാര്യത്തിൽ ഇനി ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോർജിയൻ ലൈസൻസ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് ഉപയോഗിച്ചിട്ട് ഇവിടെ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളൊരു കാര്യം. ജോർജിയൻ ലൈസൻസ്, ഇതിപ്പോൾ എൻ്റെ ജോർജിയൻ ലൈസൻസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചുരുക്കി പറഞ്ഞുതരാം. ജോർജിയൻ ലൈസൻസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള ക്വസ്റ്റ്യനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജോർജിയൻ ലൈസൻസ് ഒരു കണ്ടോ, ഓ നമ്മൾ ഇവിടുത്തെ കിങ്ങാണ്. കാരണം ജോർജിയൻ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു ചോദിക്കില്ല. കാരണം ഓർക്ക് വേണ്ട എന്താ വെച്ചാൽ ഓരുടെ റൂള് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളെയാണ് ഓർക്ക് ഇഷ്ടം. പക്ഷേ എന്നാൽ പോലും ജോർജിയയിൽ എന്താണ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് ടൂറിസ്റ്റുകൾക്ക് ഓടിക്കാം എന്നുള്ളൊരു റൂള് ഉണ്ടായതുകൊണ്ട്, അത് എല്ലാ രാജ്യത്തും ഉണ്ടായതുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്, അതിലൊന്ന് കണ്ണടക്കാണ്. ടൂറിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു അന്യനാട്ടിൽ വന്നിട്ട് അവരുടെ ലൈസൻസിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഈ ഒരു ലൈസൻസ് എടുക്കുന്നതിന് പകരം നമ്മൾ നാട്ടിലെ എളുപ്പപ്പണി കാട്ടിയാണ് നാട്ടിലെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് തന്നെ ജോർജിയൻ പോലീസ്, ജോർജിയൻ മിനിസ്ട്രി കാര്യങ്ങൾ അത് അപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ റൂൾസ് കാര്യങ്ങൾ പാലിച്ചിട്ട് ഇവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മളുടെ ഈ ഒരു ജോർജിയൻ ഡ്രൈവിംഗ് ലൈസൻസിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ TBC പേ എന്ന് പറഞ്ഞുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റേർണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞുള്ളൊരു MIA എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെൻറ്ററിലാണോ നിങ്ങൾക്ക് എക്സാം കൊടുക്കേണ്ടത്, അതായത് ജോർജിയയിലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സാം ഏത് സെൻറ്ററിലാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിബിലിസിയിൽ ഈ ഒരു സെൻറ്റർ ഇല്ല. ടിബിലിസിയിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനുള്ള എക്സാമിനേഷൻ സെൻറ്റർ ഇല്ല. ഒന്നില്ലെങ്കിൽ ടിബിലിസിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ടുള്ള റുസ്താവിൽ നമുക്ക് പോയിട്ട് കൊടുക്കുക. അതല്ല നമുക്ക് ഗോരി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പുറത്തെ സൈഡിലുള്ള സിറ്റിയിൽ കൊടുക്കുക. ജോർജിയയിൽ വേറെ ഏത് മുക്കിലും മൂലയിലുള്ള വില്ലേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഈ ഒരു സെൻറ്റർ സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ പോയിട്ട് എക്സാം എഴുതാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു എക്സാം എങ്ങനത്തെ രീതിയിലുള്ള എക്സാം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1200ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു ലൈസൻസിങ്ങിൻ്റെ എക്സാമിന് നിങ്ങൾ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈസൻസിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യുമ്പം അതല്ല ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 ആഴ്ച 3 ആഴ്ചത്തെ ഗ്യാപ്പിൽ നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു 1200 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യുകയാണ്, ഈ 1200 ചോദ്യം നിങ്ങൾക്ക് പഠിച്ച് തീരൂല. അപ്പോൾ 2-3 ആഴ്ചത്തെ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ടൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഡേറ്റ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഡേറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച ഇത് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു 1200 ക്വസ്റ്റ്യൻസ് വരുന്ന വെബ്സൈറ്റ് ഞാൻ നിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും പഠിക്കുക. അത് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എക്സാം കൊടുക്കുക. എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ചോദ്യമാണ് വരിക എക്സാമിന്. അതിൽ 27 ചോദ്യങ്ങൾ നമ്മൾ ശരി ഉത്തരമായിട്ട് കൊടുക്കണം. 3 ചോദ്യം തെറ്റാൻ പാടുള്ളൂ. 4 ചോദ്യം തെറ്റിയാൽ നമ്മൾ എക്സാം പൊട്ടി. മനസ്സിലായോ? അപ്പോൾ ഈ എക്സാമും നമ്മൾ പാസ്സായി എന്ന് തന്നെ കൂട്ടിക്കോളി. നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളുടെ ഈ ഒരു മിനിസ്ട്രി ഓഫ് ഇൻറ്റേർണൽ അഫയേഴ്സിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ 8 ഇടുന്നതും H ഇടുന്നതും അപ്പ് ഹില്ല് സിഗ്സാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്റ്റേജാണ് അടുത്തത്. അപ്പോൾ അതും നമ്മൾ പോയിട്ട് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് തോറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു 30 20 കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് റീടെസ്റ്റ് ചെയ്താവുന്നതാണ്. എക്സാമിന് റീടെസ്റ്റ് ഇല്ല, ഈ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിന് റീടെസ്റ്റ് ഉണ്ട്. ഈ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒറ്റ ചാൻസ് ഉള്ളൂ, അത് 30 20 തോന്നുന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അപ്പം തന്നെ റീടെസ്റ്റ് ചെയ്യുക ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം. അത് എഴുതി പാസ്സായാൽ നമുക്ക് പിന്നെ അടുത്ത ഒരു സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർജിയൻ മിനിസ്ട്രി ആയിട്ടുള്ള ഈ ഒരു മിനിസ്ട്രി ഓഫ് ഇൻറ്റേർണൽ അഫയേഴ്സ് ഇവർ നമുക്ക് നെക്സ്റ്റ് ഒരു ഡേറ്റ് തരും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് റോഡ് ടെസ്റ്റ്, അതായത് റോഡിലൂടെ നമ്മൾ ഓടിച്ച് കാണിക്കണം. ഈ ഒരു പോലീസുകാരന് ഇപ്പുറത്തിരിക്കും, എന്നിട്ട് നമ്മൾ ഇപ്പുറത്തിരുന്നുകൊണ്ട് വണ്ടി ഓടിച്ച് കാണിക്കണം. പണ്ടൊന്നും അതില്ലായിരുന്നു, ഞാൻ അതില്ലാതെയാണ് എൻ്റെ ലൈസൻസ് എടുത്തത്. ഇപ്പം ഈ ഒരു റോഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസുകാരന് ഇപ്പുറത്തിരുന്നിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് കാണിച്ചു കൊടുക്കണം.
അതിൻ്റെ ഡേറ്റ് അവർ ഒരു മാസം ഒരു 20 ദിവസം 25 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് തരിക. അതല്ല നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അർജൻറ്റായിട്ട് കിട്ടണം, നമുക്ക് വേഗം ഇങ്ങോട്ടാക്കിക്കാണ്ട്, അതായത് എത്ര നേരത്തെ കിട്ടുന്നു അത്രയും നേരത്തൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവിടെ പോസിബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 100 150 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കുറച്ച് ഏർലി ആയിക്കാണ്ട് അവർ ആക്കിത്തരും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷനും പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ എക്സാം ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഈ ഒരു കമ്പ്യൂട്ടർ എക്സാം പാസ്സാവുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനാണ്. മൂന്നാമത്തെ സ്റ്റേജ് റോഡ് ടെസ്റ്റ് ആണ്. ഇത് മൂന്നും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോർജിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ആയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ജോർജിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡൗട്ടുകൾ ഇനി ആർക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. ഇനി ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിൽ നമുക്ക് ഫൈന് പോലീസ് തന്നു. ഇപ്പോൾ ആക്സിഡൻ്റലി നമ്മൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കയ്യിൽ വെച്ചില്ല, ട്രാൻസ്ലേഷൻ കയ്യിൽ വെച്ചില്ല, എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് കയ്യിൽ വെക്കാതെ പോലീസുകാർ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കയ്യിലില്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഫൈൻ അടിച്ച് തരും. പക്ഷേ വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ്, നമ്മളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ട്. പക്ഷേ പോലീസിന് എന്ത് ചെയ്തില്ല, അവിടുന്ന് അപ്പം ഒറിജിനൽ ലൈസൻസ് കാണുന്നില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞാലും അപ്പോഴക്കപ്പോഴും നമുക്ക് കാണിച്ചു കൊടുക്കാൻ, പോലീസിന് കാണിച്ചു കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ ആ ലൈസൻസ് ഇല്ല. അപ്പോൾ അവർ 500 ലാറി, നാട്ടിൽ ഏകദേശം 13,000 രൂപ 12,000 രൂപയോളം നമുക്ക് ഫൈന് അവർ അടിച്ചു തരും. ആ ഫൈന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാർക്കത്തലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തിലുള്ള പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് നമുക്ക് അപ്പീലിന് കൊടുക്കാൻ പറ്റും. അതായത് എൻ്റെ ഈ ഒരു ഫൈന് പോലീസ് എഴുതി തന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ വാലിഡ് ലൈസൻസ് ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫൈന് കിട്ടി, പക്ഷേ എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു ലൈസൻസ് ഉണ്ട്. പക്ഷേ അന്ന് നിങ്ങൾ വാർക്കത്തലിയിലെ ഈ ഒരു മിനിസ്ട്രി ഓഫ് ഇൻറ്റേർണൽ അഫയേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റോ ഏത് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനലും അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് വേണം പോകാൻ. അത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതാ ഇത് കണ്ടില്ലേ എൻ്റെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളുമാണ്, എൻ്റെ ഈ ഒരു ഫൈൻ നിങ്ങൾ വിഡ്രോ ചെയ്ത് തരണം, അതായത് അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളുടെ ലൈസൻസും കാര്യങ്ങളും അതിൻ്റെ ഫൈനും കാര്യങ്ങളും അവർ റിമൂവ് ചെയ്ത് തരും. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഫൈൻ അവർ അടിച്ചു തന്നു, 10 ദിവസമാണ് ഈ ഒരു ലൈസൻസിൻ്റെ ഫൈൻ അപ്പീൽ ചെയ്യാനുള്ള ടൈം. ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വാർക്കത്തേരിയിലെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പീലിന് കൊടുക്കണം. 10 ദിവസം കഴിഞ്ഞിട്ട് അപ്പീലിന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ഫൈൻ അടക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ അപ്പീലിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം കൊണ്ട് ഇവരെന്ത് ചെയ്യും, ഡിസിഷൻ അയക്കുക. ആ 1 മാസം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല എന്നുള്ളൊരു കാര്യം പറയും. അപ്പോൾ നമ്മൾ അവരോട് അങ്ങോട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരുവിധ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അവരോട് അങ്ങോട്ട് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെത് വാലിഡ് ലൈസൻസ് ആണ്, എൻ്റെ അടുത്ത് വാലിഡ് ട്രാൻസ്ലേഷൻ ഉണ്ട്, അപ്പോൾ എനിക്കിവിടെ വണ്ടി ഓടിക്കൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പോലീസ് അവരുടെ മിസ്റ്റേക്ക് പ്രകാരം എനിക്ക് ഫൈൻ തന്നതാണ്, അപ്പോൾ 1 മാസം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല, എനിക്ക് ടെമ്പററി ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒരു പേപ്പറിലാണ് അത് കിട്ടുക, ആ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഇവിടുന്ന് ഇഷ്യൂ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്യൂ ചെയ്ത് തരും. പക്ഷെ ഒരുവിധ ആളുകൾക്ക് ഇത് അറിയില്ല, അവർ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു ഡിസിഷൻ വരുന്ന വരെ വണ്ടി ഓടിക്കാതെ ഇങ്ങനെ ഇരിക്കും. കാരണം അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല, ഈ ഒരു ടെമ്പററി ആയിട്ട് ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കൊടുക്കുന്ന ഈ ഒരു ലൈസൻസിനെ പറ്റിയിട്ട് ഒരുവിധ ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് അവർ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പീലിന് കൊടുത്തിട്ട് വീട്ടിലൊരു മാസം ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അപ്പീലിന് കൊടുത്ത ടൈമിൽ അവരോട് പറയാം, ടെമ്പററി ഡ്രൈവിംഗ് ലൈസൻസിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് അതെനിക്ക് വേണം, ഒരു പേപ്പറിലാണ് അത് കിട്ടുക. അപ്പം അങ്ങനെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വാലിഡ് റീസൺ ആവണം. നിങ്ങൾക്ക് വെറുതെ ഫൈൻ തരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങളടുത്ത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇല്ല, അതല്ല നിങ്ങൾ ഇതിൽ ഫേക്ക് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് പോലീസിന് കാണിച്ചു കൊടുത്തത്, അവരത് പൊക്കും. അങ്ങനത്തെ റീസൺസിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് പൊക്കിക്കഴിഞ്ഞാൽ ഫൈന് മാത്രമാവില്ല വരിക, ചിലപ്പോൾ ജയിലിൽ എടുത്ത് തൂക്കിടും. അപ്പോൾ അങ്ങനത്തെ തെറ്റുകരമായുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ജോർജിയയിൽ വണ്ടി ഓടിക്കാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറേ ആളുകൾ നമുക്ക് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വണ്ടി പൊക്കി, അവരുടെ ലൈസൻസ് ഇങ്ങനെയാണ്, അവരുടെ ലൈസൻസ് ഇൻ്റർനാഷണൽ പൊക്കി, അതുകൊണ്ട് എന്താണ് പ്രശ്നം വരിക, നമ്മളത് ഇൻ്റർനാഷണൽ ആണല്ലോ, നമ്മളത് പൊക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ, പല ഇൻഫ്ലുവൻസേഴ്സ് ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകളുടെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റഡി ചെയ്ത് നോക്കിയപ്പം അവർ ഉപയോഗിച്ചിട്ടുള്ള ലൈസൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ആളുകളൊക്കെ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലൈസൻസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈനിൽ ത്രൂ ഒക്കെ നമ്മൾ ഗൂഗിളിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് ഫെഡെക്സ് ത്രൂ അത് അവർ അയച്ചു തരും. ആ ലൈസൻസിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏത് കൺട്രി ഇഷ്യൂ ചെയ്ത ലൈസൻസാണെന്ന് അതിൽ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടാവില്ല, അതിലൊരു ലൈസൻസ് നമ്പർ ഉണ്ടാവില്ല, അത് ജസ്റ്റ് ഒരു കാർഡാണ്.
അപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇനിയിപ്പോൾ നാളെ മുതൽ അങ്ങനെ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്കും അടിച്ചു കൊടുക്കുക. ആ പൈസ അങ്ങനെ വെറുതെ കളയണ്ടല്ലോ, ആൾക്കാർക്ക് ഓൺലൈനിൽ കൂടെ കൊടുക്കണ്ടല്ലോ. പക്ഷെ അത് വാലിഡ് അല്ല, അത് ഫേക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഓൺലൈനിൽ കൂടെ പൈസ വാങ്ങിയിട്ട് ഒരു കാർഡാണ്. ആ കാർഡിൽ നമ്മുടെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും, നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണ്, നമ്മുടെ ഹൈറ്റ് കാര്യങ്ങളുണ്ടാവും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആ ഒരു ലൈസൻസിൽ നമ്മളുടെ ലൈസൻസ് നമ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് ഏത് കൺട്രി ഇഷ്യൂ ചെയ്ത ലൈസൻസ് ആണെന്ന് പോലും ആ ഒരു ലൈസൻസിൽ ഉണ്ടാവില്ല. അങ്ങനെ പറ്റിപ്പോയതാണ് അവരുടെ അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള മെയിൻ റീസൺ കേട്ടോ. അല്ലാതെ ഇവിടുന്ന് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇന്ത്യക്കാർ ഒറിജിനലി കൊടുക്കുന്ന ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ വണ്ടി ഓടിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പക്ഷേ ഇത് പ്രശ്നം വരുന്നത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുതലെടുക്കുന്ന ആളുകൾക്കാണ്. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് ഇവർ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അതല്ല ഓൺലൈനിൽ കിട്ടുന്ന ഓരോ തട്ടിപ്പ് ഫേക്ക് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ജോർജിയൻ പോലീസ് പണ്ടത്തെ പോലെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളോ അങ്ങനെ മണ്ടന്മാരോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർ നല്ല ഇൻ്റലിജൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യത്തിൽ. അവരതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തും. ഇപ്പോൾ നമ്മുടെ ലൈസൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനിന് നമ്മൾ അപേക്ഷിച്ചു, നമ്മളുടെ ഒറിജിനൽ ലൈസൻസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അപ്പീലിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ എന്ത് ചെയ്യും, ഡൽഹിയിലെ നമ്മളുടെ ജോർജിയൻ എംബസിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യും. ഡൽഹിയിലെ ജോർജിയൻ എംബസി നമ്മളുടെ നാട്ടിലെ അഡ്രസ്സ്, അതായത് നമ്മുടെ ലൈസൻസിൽ നമ്മുടെ നാട്ടിലെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൽ, നാട്ടിലെ അഡ്രസ്സിലുള്ള നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അയക്കും. എന്നിട്ട് വെരിഫിക്കേഷന് വേണ്ടി ഒരു പോലീസുകാരൻ നമ്മളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു അപ്പീൽ കാര്യങ്ങൾ വരിക. പക്ഷെ അത് എല്ലാവർക്കും വരുമല്ലോ. പക്ഷെ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് വരെ ഇപ്പം ഇവിടെ ജോർജിയയിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ലൈസൻസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിലുള്ള ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുക. പക്ഷേ നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റൂള് ഏത് നിമിഷവും മാറിയേക്കാം. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യാം, ഇവിടെ സ്റ്റഡി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിക്കാം എന്നുള്ളൊരു സംഭവം ചിലപ്പോൾ മാറിയേക്കാം. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആർക്കാണ്? ടൂറിസ്റ്റുകൾക്ക് അന്യരാജ്യത്ത് പോകുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ലൈസൻസാണ്. ഏത് നിമിഷം ആ ഒരു റൂള് മാറിയേക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു റൂളും ഇല്ല. ഇനി ഇന്ത്യക്കാർ പുറത്തുനിന്ന് വന്നിട്ട് ഈ ഒരു ഫേക്ക് കാര്യങ്ങളൊക്കെ നടത്തി, തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തി, ഓരോ ഉടായ്പ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ റൂള് മാറ്റും. ഓഫ് കോഴ്സ് ഇവർ റൂള് മാറ്റും. അപ്പോൾ അതൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ടൈമുണ്ട് ജോർജിയൻ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ. 1200 ചോദ്യങ്ങളേ ഉള്ളൂ. 1200 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻസ് വരുന്ന ചോദ്യങ്ങളാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് പാസ്സാവാൻ പറ്റുന്നൊരു എക്സാമാണ് ഈ ഒരു ജോർജിയൻ ലൈസൻസ് എക്സാം. അത് നിങ്ങൾ പോയി പാസ്സാവുക. കാരണം MBBS-ഉം നഴ്സിംഗും പഠിക്കാൻ വരുന്ന കുട്ടികളല്ല നിങ്ങൾക്ക് ഈ ലൈസൻസിൻ്റെ എക്സാം പോലും പാസ്സാകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ പഠിക്കാൻ വന്നതിന് എന്താ അർത്ഥം? അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കാൻ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജോർജിയൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ അതല്ലാത്തവരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ വിചാരിക്കുന്ന ആളുകൾക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള നമ്മളുടെ ജോർജിയയിൽ വണ്ടി ഓടിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടും നമ്മളോട് അറിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് നിങ്ങൾ എന്തായാലും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. അവിടെ ജോർജിയയിൽ നിൽക്കുന്ന ആളുകളോ ജോർജിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ പഠിക്കുന്ന ആളുകളോ ഇനി വരാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് ചോദിക്കുക. നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം പ്രേക്ഷകർ കാണുന്ന ടൈപ്പ് വ്ളോഗല്ല, നമ്മൾ സ്ഥിരം ഇടുന്ന ടൈപ്പ് വ്ളോഗുകൾ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജോർജിയയിൽ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് പോയിന്റ് ടു പോയിന്റ് എല്ലാവർക്കും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത വ്ളോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ബൈ.